അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് റമദാൻ മാസത്തിൻ്റെ മധ്യത്തിലുള്ള 13-ാം ദിവസത്തിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. പാപമോചനത്തിൻ്റെ ഈ രാപ്പകലുകൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ആയത്ത്, ഒരു സൂക്തം മാത്രമല്ല, ഒരു സൂറത്ത് എന്ന നിലയിൽ തന്നെ ഒരു വിശ്വാസിക്ക് അവൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടേണ്ട ഒരാശയമാണ് ഇതിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇതിൽ പറയുന്നത് വൽ അസ്ർ, കാലം തന്നെയാണ് സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യർ തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരും, വഅമലി സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ഒഴികെ, വതവാസോ ബിൽ ഹഖ്, സത്യം കൊണ്ട് ഉപദേശിക്കുന്നവർ, വതവാസോ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരും ഒഴികെ. അപ്പോൾ ഇവിടെ പറയുന്നത് കാലത്തെ സാക്ഷി നിർത്തി അള്ളാഹു പറയുന്നു. കാലം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാലത്തെക്കുറിച്ച് ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: 1000 സംവത്സരങ്ങളിൽ ഒരിക്കൽ ഒരു കൂറ്റൻ പക്ഷി അതിൻ്റെ ചിറകുണക്കാൻ വേണ്ടി ഒരു പാറപ്പുറത്ത് വന്നിരിക്കും. എന്നിട്ട് അതിൻ്റെ കൊക്ക് കൊണ്ട് ഉരസുമ്പോൾ അടർന്നു വീഴുന്ന ഒരു ധൂളിയാണ് ഒരു നൂറ്റാണ്ടെന്ന്. ആ നൂറ്റാണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കാലത്തെക്കുറിച്ച് കാലം തന്നെ മുമ്പിൽ നൂറ്റാണ്ടുകൾ ചെറുതാണ്. അപ്പോൾ കാലത്തെക്കുറിച്ച് ഖുർആൻ സത്യം ചെയ്യുകയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണെന്നുള്ളതാണ്. മനുഷ്യൻ നഷ്ടത്തിലാവുന്നത് എങ്ങനെ? അവൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സത്യത്തിൻ്റെ മാർഗത്തിൽ അവൻ സ്ഥിരമായി ഉറച്ചു നിൽക്കാനും അവന് സാധ്യമാവണം. അതുപോലെ ക്ഷമ കൊണ്ടും അവൻ ജീവിതത്തെ നേരിടേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാല്യൂ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സംസ്കാരം, അതായത് തെറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് സത്യത്തിൻ്റെ പാതയിൽ നിന്നും അവൻ പിന്മാറുമ്പോൾ തീർച്ചയായും അവന് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ നന്മയും തിന്മയും തിരിച്ച് അറിയാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ സത്യം, ഹക്ക് എന്ന് പറയുന്നത് അത് അള്ളാഹുവാണ് ഹക്ക്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് ഹക്ക്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ അപഹരിക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് പരാജയമുണ്ടാകും. അപ്പോൾ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി സത്യത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് വിജയമുള്ളത്. ഒരുപക്ഷെ നമ്മൾക്ക് നൈമിഷികമായ ചില കാര്യങ്ങൾ നമുക്ക് വിജയിക്കാൻ സാധിക്കും. പക്ഷേ ശാശ്വതമായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സത്യത്തിൻ്റെ പാതയിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ, തിന്മയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വലിയ വലിയ നഷ്ടമുണ്ടാവും. ആ നഷ്ടമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അപ്പോൾ അവിടെ മനുഷ്യന് കാരണം ഇത് സൂചിപ്പിക്കുന്നത് തന്നെ നഷ്ടത്തിലേക്ക് വരാതിരിക്കാനാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുമാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതുമാണ് വിജയികൾക്കുള്ളത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാത്തവരെ കുറിച്ചാണ് നഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യനൊരിക്കലും നഷ്ടം സംഭവിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. നഷ്ടം സംഭവിക്കാതിരിക്കാൻ നമുക്ക് നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയായി നമുക്ക് സാധിക്കണം. ആ വിശ്വാസമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. വിശ്വാസം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വിജയത്തിന്, നമ്മുടെ ഏത് ലക്ഷ്യമാണെങ്കിലും, നമ്മൾ ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവിടെ പരസ്പരമുള്ള നമ്മുടെ വിശ്വാസം,
അതിൻ്റെ സത്യസന്ധത, ഹോണസ്റ്റി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കണക്കുകളിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആരെയും നമ്മൾ ചതിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. നമ്മൾ കപടത കാണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം അത് മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് വാല്യൂ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വലിയ വലിയ സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും അതിൽ ജീവിതത്തിൽ യാതൊരുവിധ സന്തോഷവുമില്ലാതെ നഷ്ടപ്രഭാതത്തോടു കൂടി മനുഷ്യൻ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇതിലൂടെ നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഈ സത്യമാണ് ഈ നോമ്പിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെയുള്ള സത്യസന്ധതയും മനുഷ്യൻ്റെ നന്മയും ക്ഷമയെയും കൂടുതൽ പരിപോഷപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.